السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي وقلت حيلتي أدركني يا رسول الله. മഹാത്മാക്കളുടെ മഖ്ബറകളെ കുറിച്ചാണ് ചോദ്യം. ആ മഖ്ബറകൾ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി അവർക്കുള്ള സിയാറത്ത് ചെയ്യുവാനും അതിനെ ജീവസുറ്റതാക്കുന്നതിനും വേണ്ടി അവിടെ സൗകര്യം ഒരുക്കാമോ? നമ്മൾ സാധാരണ ഭാഷയിൽ അതിന് മഖാമ് അല്ലെങ്കിൽ ജാറം എന്നൊക്കെ പറയും. പേരെന്തു പറഞ്ഞാലും ഈ മഹാത്മാക്കളുടെ ഖബറുകൾ അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളുടെ സൗകര്യം പരിഗണിച്ച് അവിടെ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇത് തെറ്റാണ് എന്ന് മുജാഹിദ് മൗലവിമാർ സാധാരണ പറയാറുണ്ട്. അതിന് തെളിവുണ്ടോ എന്നതാണ് ചോദ്യം. തീർച്ചയായും അതിന് തെളിവുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹീഹുൽ ബുഖാരി മുജാഹിദുകളുടെ ഇരു ഗ്രൂപ്പുകളും തള്ളുന്നുണ്ടെങ്കിലും ലോകത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തള്ളാൻ കഴിയില്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ പ്രമാണം അത് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. താബിഈ പ്രമുഖൻ ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, റഅയ്തുനി വനഹ്നു ശുബ്ബാനുൻ ഫീ അഹ്ദി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ യുവാക്കളായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു. വഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസിബു ഖബറ ഉസ്മാൻ ബിൻ മൽഊൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ചാട്ടക്കാരനായി ഞങ്ങൾ ഗണിച്ചിരുന്നത് ഉസ്മാൻ ബിൻ മൽഊൻ എന്ന് പറയുന്ന സ്വഹാബി വര്യൻ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി മദീനയിൽ വെച്ച് മരണപ്പെട്ട മഹാവ്യക്തിത്വമാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ അവരുടെ സന്നിധിയിൽ എത്തുകയും അവരെ ചുംബിക്കുകയും ചെയ്തു എന്നൊക്കെ ഹദീസിൽ കാണാം. ആ ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന സ്വഹാബി വര്യൻ, അദ്ദേഹത്തിന്റെ ഖബർ അത് ചാടിക്കടക്കാൻ കഴിയുന്നവരായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാർ. പറയുന്നത് ആരാ? താബിഈയായ സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം പഠിച്ച ഖാരിജത്ത് റളിയല്ലാഹു അൻഹുവാണ്. വഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസിബു ഖബറ ഉസ്മാൻ ബിൻ മൽഊൻ. ഉസ്മാൻ ബിൻ മൽഊൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്നവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാർ. ഇതിനർത്ഥം ബഹുമാനപ്പെട്ട താബിഈകൾ സ്വഹാബികൾ ദിവസവും പോവുക, എന്നിട്ട് ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോവുക, ചാടുക, ദിവസവും ഇതന്നെയായിരുന്നു ഇവർക്ക് പരിപാടി എന്ന് നമ്മൾ തെറ്റായി ഗണിക്കേണ്ടതില്ല. അതവരുടെ ഒരു വീക്ഷണം പറയുകയാണ്. അതായത് നമ്മൾ പറയണം, ഈ ഉയരം ചാടിക്കടക്കാൻ നിനക്ക് കഴിയെങ്കിൽ നീ ഞങ്ങളെ കൂട്ടത്തിലെ ചാട്ടക്കാരനാണെന്ന് നമ്മൾ വിധി എഴുതും എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചാട്ടക്കാരനായി ഞങ്ങൾ ഗണിച്ചിരുന്നത് അത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്നവനായിരുന്നു. അപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അതിനു മാത്രം പൊക്കത്തിനും ഉയരത്തിനുമൊക്കെ ആയിരുന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ ഖസ്തലാനി സഹീഹുൽ ബുഖാരിയുടെ ഈ ഹദീസ് വിശദീകരിച്ച ശേഷം പറഞ്ഞു, ഐ മിൻ ഇർതിഫാഇഹി,
ഖബറിന്റെ ഉയരം കാരണത്തിനാൽ ഏറ്റവും വലിയ ചാട്ടക്കാരനായി ഗണിച്ചിരുന്നത് അത് ചാടിക്കടക്കുന്നവനായിരുന്നു. അതായത് ഇത് ലോങ് ജമ്പ് അല്ല, ഹൈ ജമ്പ് തന്നെയാണ് എന്ന് ചുരുക്കം. അങ്ങനെ ഉയരമുള്ള ഖബറായിരുന്നു അദ്ദേഹത്തിന്റെ ഖബർ. സഹീഹ് ബുഖാരിയിൽ കാണാം. അപ്പോ ഞാൻ പറയുന്നത് മഹാത്മാക്കളായ ആളുകളുടെ ഖബർ അത് പലപ്പോഴും ഉയരത്തിലാവാറുണ്ട്. പിന്നെ അവിടെ സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കലാണ്. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പലപ്പോഴും മഹാത്മാക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ശരിയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ വിശ്രുതമായ തുഹ്ഫത്തുൽ മുഹ്താജ് ആ ഗ്രന്ഥത്തിൽ ബാബുൽ വസിയ്യത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ മഹാത്മാക്കളുടെ ഖബറുകളെ ഇമാറത്ത് ചെയ്യുക, അവരെ സിയാറത്തിനും അവിടെ സന്ദർശകർക്കുമൊക്കെ സൗകര്യമൊരുക്കുന്ന പരിപാലനം നടത്തുക, സൗകര്യമൊരുക്കുക എന്ന നമ്മുടെ പരിപാടി ജാറം സംവിധാനം ഒരിക്കലുണ്ടല്ലോ. ഇത് തെറ്റാണെന്നോ കുഫറാണെന്നോ അല്ലെങ്കിൽ വലാലത്താണെന്നോ ഹറാമാണെന്നോ കറാഹത്താണെന്നോ പറഞ്ഞിട്ടില്ലെന്നു മാത്രമല്ല, അത് അനുവദനീയമാണ്, അത് ഖുർബത്താണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പണ്ഡിതന്മാരൊക്കെ ഇത് നല്ല കാര്യമാണ്, തെറ്റല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, കാരണം എന്താണ്? മഹാത്മാക്കളുടെ ഖബറുകൾ സാധാരണക്കാരെ പോലെയല്ല. അവരുടെ ഖബർ പ്രത്യേകമായി ജനങ്ങൾക്ക് സിയാറത്ത് ചെയ്യുവാനും അവർക്ക് ആത്മീയമായ ഔന്നിത്യമുണ്ടാക്കുവാനും നിമിത്തമാകുന്ന കാരണമാകുന്ന കേന്ദ്രങ്ങളാണ്. ആ കേന്ദ്രങ്ങൾ ആദരിക്കപ്പെടണം, അത് ബഹുമാനിക്കപ്പെടണം. അതുകൊണ്ടാണ് അത് അനുവദനീയമാണെന്നും അത് ശിർക്കല്ലെന്നും പണ്ഡിതന്മാർ പറയാൻ കാരണം. നിങ്ങൾ നോക്ക്, ചരിത്രം പരതിയാൽ നമുക്ക് കാണാം ഒട്ടേറെ മഹാത്മാക്കൾ അവരുടെ ഒക്കെ ഖബറുകൾക്ക് മീതെ ജാറവും കുബ്ബയുമുള്ളത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. മുഖാമുഖമായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബർ പരിചയപ്പെടുത്തി ഇമാം നവവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 103-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വഖബ്റുഹു മശ്ഹൂറുൻ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രൻ ചെറുപ്പത്തിലെ മരണപ്പെട്ട ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബർ അത് വിശ്രുതമാണ്. ജന്നത്തുൽ ബഖീയിൽ പോയാൽ എല്ലാവർക്കും അറിയാം. അലൈഹി ഖുബ്ബ, ആ ഖബറിന്റെ മുകളിൽ വലിയ ഒരു ഖുബ്ബയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് എഴുതി വെക്കുന്നത് ആരാ? സമസ്തയുടെ പ്രസിഡന്റ് അല്ല, ബഹുമാനപ്പെട്ട ഇമാം നവവി ഹിജറ 676 വഫാത്തായ മഹാപണ്ഡിതൻ ഇമാം നവവി തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഖബറിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു. വഖബ്റുഹു യുസാറു ഇലാ ഹാദൽ വഖ്ത്, അദ്ദേഹത്തിന്റെ ഖബർ ഈ സമയം വരേക്കും സിയാറത്ത് ചെയ്യപ്പെടുന്നു. മാത്രമല്ല ആ വർഷം എന്ന് പറഞ്ഞാൽ 332-ാമത്തെ വർഷം, ഹിജ്റ 332-ാം വർഷത്തിലാണ് ഈ പറയുന്ന ഗ്രന്ഥം രചിക്കുന്നത്. അല്ലാമ മസ്ഊദിയുടെ മുറൂജുൽ ദഹബ് എന്ന ഗ്രന്ഥം, അതിന്റെ 3-ാമത്തെ വാള്യം 11-ാമത്തെ പേജിൽ മഹാൻ പറയുന്നു, ഇതുവരേക്കും മഹാനവറുകളുടെ ഹിജ്റ 332-ാം വർഷം 1100 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ മഹാൻ പറയുന്നത് എന്താ? ഇതുവരേക്കും സിയാറത്ത് നടക്കുന്നു. മാത്രമല്ല വഅലൈഹി ബൈത്തുൻ മബ്നിയുൻ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേൽ ജാറമുണ്ട്, ഒരു വീടുണ്ട്, സൗകര്യാർത്ഥമുള്ള വീടുണ്ട്. യുഫ്തഹു കുല്ല യൗമി ഇസ്നൈനി വഖമീസ്, എല്ലാ ദിവസവും ആ ജാറം തുറക്കൂല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമേ ആ ജാറം തുറക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ജാറവും ഒരു സംവിധാനവും ഒക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ അൽ മസ്ഊദി
ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. അല്ലാമ മസ്ഊദി എന്ന് പറഞ്ഞാൽ ഭൗതിക ചരിത്രകാരന്മാർക്ക് കൂടി സ്വീകാര്യനാണ്. ഇസ്ലാമിൽ വളരെ ആധികാരിക ചരിത്രകാരനാണ്. മഹാനവറുകൾ ഹിജ്റ 346 വഫാത്താകുന്നത്. ആ കാലഘട്ടത്തിൽ എഴുതി വെച്ച ഗ്രന്ഥമാണിത് സഹോദരന്മാരെ. അതിലാണ് പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ജാറമുണ്ട്. കഴിഞ്ഞില്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയില്ലേ, അദ്ദേഹത്തിന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വഖബറുഹു ബിൽ മദീനത്തി മഅറൂഫുൻ, അദ്ദേഹത്തിന്റെ ഖബർ മദീനയിലാണ്, അത് എല്ലാവർക്കും അറിയാം. യുസാറു, അതിനെ ഇപ്പോഴും ജനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അലൈഹി ഖുബ്ബ, അതിന്റെ മേലിൽ വലിയ ജാറവും ഖുബ്ബയുമുണ്ട്. എത്ര സ്വഹാബികൾ! ഞാൻ ഈ നിന്നിടത്ത് നിന്ന് എനിക്ക് 100 പറയാൻ കഴിയും. സമയം അതിന് മാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ മാറുന്നത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. അവരുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിടത്ത് മുഹമ്മദ് ബിൻ അലി അശൗക്കാനി എന്ന് പറയുന്ന മുജാഹിദുകൾ തന്നെ അവരുടെ ആരാധ്യ പുരുഷനായി ആശയ സ്രോതസ്സായി പരിചയപ്പെടുത്തുന്ന ശൗക്കാനി അദ്ദേഹത്തിന്റെ ദുർറുസ്സഹാബ എന്ന ഗ്രന്ഥത്തിന്റെ 617 പേജിൽ പറയുന്നു, വലി ഖബ്രിഹി ഖുബ്ബത്തുൻ കബീറത്തുൻ ഫിൽ ബഖീഇ. ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ജന്നത്തുൽ ബഖീയിൽ വലിയ ഖുബ്ബയുണ്ട്. കഴിഞ്ഞോ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കുറിച്ച് പറയുന്നു, അലൈഹി ഖുബ്ബത്തുൻ അളീമത്തുൻ വഹിയ ബാഖിയത്തുൻ ഇലൽ യൗം. ഹാഫിദ് ഇബ്നു കസീർ വഹാബികൾക്ക് കൂടി സ്വീകാര്യനായ വ്യക്തിയാണ്. അദ്ദേഹം തന്റെ അൽ ബിദായ വൻ നിഹായയിൽ പറയുന്നു, 7ാമത്തെ വാള്യം 229 പേജിൽ പറയുന്നു, അത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഖുബ്ബത്തുൻ അളീമ, ഭയങ്കരമായ ഖുബ്ബയുണ്ട്. വഹിയ ബാഖിയത്തുൻ ഇലൽ യൗം. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, ഇന്നും ആ ഖുബ്ബ നിലനിൽക്കുന്നുണ്ട്. അത് ബുനിയ ഉമയ്യദ് വഖദ് ബുനിയ അലൈഹി സമാന ബനി ഉമയ്യ, ബനു ഉമയ്യത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഖുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാരെ, ഇങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ജാറവും ഖുബ്ബയുമുണ്ട്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ജാറവും ഖുബ്ബയുമുണ്ട്. അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ജാറവും ഖുബ്ബയുമുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ ഇബ്നു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, എല്ലാ മഹാത്മാക്കളുടെ ഖബറിന്റെ മുകളിലും ജാറമുണ്ട്, ഖുബ്ബയുണ്ട്, സിയാറത്തിനുള്ള സൗകര്യമുണ്ടായിരുന്നു. അപ്പൊ പഴയകാല ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുപോലെ 100 കണക്കിന് മഹാത്മാക്കളുടെ ഖബറുകൾക്ക് മീതെ ജാറവും ഖുബ്ബയും ഉള്ളത് നമുക്കറിയാം. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? ആരാണ് ഇമാം ഷാഫി? ഹിജ്റ 150 ജനിച്ച മഹാപണ്ഡിതൻ, 10 ലക്ഷത്തോളം വരുന്ന ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുൽ അഇമ്മ എന്ന ഖ്യാതി നേടിയ, ഇമാമുകളുടെ ഇമാമ് എന്ന സ്ഥാനപ്പേര് നേടിയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം നവവി തന്റെ ശർഹുൽ മുഹദ്ദബിന്റെ 1ാമത്തെ വാള്യത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം നവവിയുടെ വൈജ്ഞാനികമായ ഔന്നിത്യം പോലെ തന്നെ അതിനോട് യോജിക്കുന്ന രൂപത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിലുള്ള ജാറവും ഇമാം ഷാഫിയുടെ മഹത്വത്തോട് യോജിക്കുന്ന ജാറമാകുന്നു. സഹോദരന്മാരെ, ഇത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചതാ. അത് രേഖപ്പെടുത്തി വെച്ച ഇമാം നവവി പറഞ്ഞു, സംഗതി ഷാഫി ഇമാം വലിയ മഹാനാണ്, ബിദ്അത്തിനെതിരെ പടപൊരുതിയ മഹാനാണെങ്കിലും മഹാൻ അവരുടെ ഖബറിന് മുകളിൽ വലിയ ഒരു അനാചാരം ഉണ്ട്. എന്താണത്? ഒരു ഖുബ്ബുണ്ട്. അത് വലിയ തെറ്റായി പോയി, ശിർക്കായി പോയി, നരകത്തിലേക്കായി പോയി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞില്ല. പറഞ്ഞവരൊക്കെ പറഞ്ഞതെന്താ? ഏതായാലും ആ ഖുബ്ബ, അവിടെയുള്ള ജാറം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തോട് നിരക്കുന്നതാണ്, യോജിപ്പുള്ളതാണ്, അതിനു മാത്രം വലിയ ജാറമാകുന്നു.
സഹോദരന്മാരെ, പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അത് പൊതുസ്ഥലത്തുള്ള ജാറമാകുന്നു, മക്ബറയാകുന്നു, അതുകൊണ്ട് അതിന്റെ കാര്യം ചിന്തിക്കണമെന്ന് ചില പണ്ഡിതർ പറഞ്ഞു. പക്ഷെ അത് ശരിയല്ല. ചരിത്രം പരതിയാൽ കാണാം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഇബ്നു അബ്ദുൽ ഹകം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഇമാം ഷാഫിയിൽ നിന്ന് ഇസ്ലാം പഠിച്ച, മതം പഠിച്ച അവിടുത്തെ ശിഷ്യൻ, അവരുടെ സ്വന്തം സ്ഥലത്തായിരുന്നു ഈ ഇമാം ഷാഫിക്ക് വേണ്ടി മഖ്ബറയും ജാറവും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പൊളിക്കണമെന്നോ പാടില്ലെന്നോ ഉള്ള വാദം നിരർത്ഥകമാണ്. പണ്ഡിത ലോകം അതിനെ തള്ളിക്കളഞ്ഞതാണ്. ആരും അത് അംഗീകരിച്ചിട്ടില്ല. ഇക്കാലം എത്രയും ഇന്നും നമുക്കറിയാം, മിസ്റിൽ പോയി നോക്കിയാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഹാ മഖ്ബറ നമുക്ക് അവിടെ കാണാൻ കഴിയും. മക്കത്തും മദീനത്തുമുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായ ഒരു സംശയം, ഇന്നിപ്പോ ഹജ്ജിന് പോകുന്നുണ്ടല്ലോ, മക്കയിലും മദീനയിലും നമ്മളൊക്കെ പലപ്പോഴും ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളാണ്. അവിടെയൊന്നും നിങ്ങൾ ഈ പറയുന്ന ജഹറില്ലല്ലോ, അവിടെയൊന്നും ഈ കുബ്ബില്ലല്ലോ, പിന്നെ എവിടുന്ന ഇത് വന്നത്? സഹോദരന്മാരെ, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. മുജാഹിദുകളുടെ ഒരു വഹാബി നേതാവായിരുന്ന ഉസ്മാനുൽ നജ്ദി എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ. ഉൻവാനുൽ മജ്ദ് ഫീ താരീഖ് നജ്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ 110-12 പേജുകളിൽ ഈ ജാറങ്ങളും കുബ്ബകളും ഇല്ലാതെയായത് എങ്ങനെയാണെന്ന് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വഹദമൽ മുസ്ലിമൂന ബിബറകത്തി ഇൽമിഹി. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വഹാബികൾ പൊളിച്ചു കളഞ്ഞു. ജമീഅൽ ഖിബാബി വൽ മശാഹിദി അല്ലത്തി ബുനിയത്ത് അലൽ ഖുബൂർ. ഖബറുകൾക്ക് മീതെ നിർമ്മിക്കപ്പെട്ടിരുന്ന സർവ്വജാറങ്ങളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കിയത് ഇബ്നു അബ്ദുൽ വഹാബും ശിങ്കിടികളുമാകുന്നു. എവിടെയൊക്കെയാണ് അടിച്ചു പൊളിച്ച് നിരപ്പാക്കിയത്? ഫി അഖാസിൽ അഖ്താരി, വിവിധങ്ങളായ പ്രവിശ്യകളിൽ, മിനൽ ഹറമൈനി, മക്കയിലും മദീനയിലും, വൽ ഹിജാസി വൽ യമനി വതിഹാമത വഉമാൻ വൽ ഇഹ്സാ വനജ്ദ് വഗൈരി ദാലിക. ഇങ്ങനെയുള്ള സർവ്വ പ്രദേശങ്ങളിലും, മക്കയിലും മക്കത്തും പരിസരത്തും മദീനത്തും മാത്രമല്ല, വിശ്വാസികൾ കൂടുതലുള്ള പ്രദേശങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള സ്വാധീനം കൊണ്ട് അദ്ദേഹം ഭരണാധികാരിയെ കൂട്ടുപിടിച്ച് അവിടെയൊക്കെ അക്രമങ്ങൾ നടത്തുകയും ജാറങ്ങൾ പൊളിക്കുകയും അവിടേക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളും സ്വർണങ്ങളും വെള്ളികളുമൊക്കെ കൊള്ളയടിക്കുകയും ചെയ്തു. മാർക്കറ്റിൽ പരസ്യമായി ലേലം ചെയ്തു വിറ്റു എന്ന് പറയുന്നത് സമസ്തയുടെ പത്രമല്ല, സാക്ഷാൽ മുജാഹിദുകൾ തന്നെ പരിചയപ്പെടുത്തുന്ന ഇ.കെ. മൗലവി, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന വഹാബി പ്രസ്ഥാനം കേരളത്തിൽ പടുത്തുയർത്താൻ വേണ്ടി വിയർപ്പൊഴുക്കിയ വ്യക്തി എന്ന് അവർ പരിചയപ്പെടുത്തിയ ഇ.കെ. മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന അറബി മലയാള മാസികയിലാണ് അവരിത് എഴുതി വെച്ചിട്ടുള്ളത്. കുബ്ബകൾ പൊളിക്കുകയും ജാറങ്ങൾ നിരപ്പാക്കുകയും അവിടെയുള്ള വരുമാനങ്ങളും സമ്പത്തുമൊക്കെ കൊള്ളയടിക്കുകയും അതൊക്കെ അവരുടെ പോക്കറ്റിലേക്ക് താഴ്ത്തുകയും ചെയ്തു എന്ന് പറയുന്നത് മുജാഹിദുകളാണ്. ഞാൻ പറയുന്നത്, അപ്പോ മക്ബറകളൊക്കെ പഴയ കാലത്തെ ഉള്ളതാണ്. അതൊക്കെ ഇസ്ലാമിക സംസ്കാരമാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറ സഹോദരന്മാരെ നമുക്കറിയില്ലേ? ഇന്നും ആ മുസ്ലിങ്ങളുടെ സ്ഥിരാ കേന്ദ്രമായി, ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായി ഇന്നും നമുക്കവിടെ ഉയർന്നു കാണുന്നത് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ വഹാബികളുടെ ദുസ്വാധീനം ഇല്ലാത്തിടത്തൊക്കെ കുബ്ബകളും ജാറങ്ങളും ഉണ്ട്. 100 കണക്കിന് സംഭവങ്ങൾ പറയാൻ കഴിയും. ഇത് അറബി പത്രമാണ്, അൽ ഖലീജ് പത്രമാണ് എന്റെ കയ്യിൽ. സമർഖന്ദ്, മദീനത്തു സമർ വളരീഹു ഇബ്നു അമ്മിർ റസൂൽ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ പുത്രൻ സ്വഹാബി വര്യൻ, കണ്ടോ, ബഹുമാനപ്പെട്ട സ്വഹാബി വര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ ചിത്രമാണ് സഹോദരന്മാരെ ഈ കാണുന്നത്.
ഇത് അറബി പത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. വഹാബികളുടെ വിശ്വാധീനം എത്താത്ത ഭാഗങ്ങളിലൊക്കെ മഹാത്മാക്കളുടെ ഖബറുകൾ ഇന്നുമുണ്ട്. ഇത് നോക്കൂ, ഇത് ബൈറൂത്തിൽ നിന്നിറങ്ങുന്ന അൽ മനാറുൽ ഹുദ എന്ന് പറയുന്ന പത്രമാണ്. ഇതിൽ ഒരു ലേഖനം, മഖാമാത്തു സ്വൈദ തുറാസുൻ ഇസ്ലാമിയുൻ അരീഖ്. സ്വൈദ പട്ടണത്തിലുള്ള മഖാമുകൾ ഇസ്ലാമിക നാഗരികതയുടെ പകർപ്പാടെന്നും ഒട്ടേറെ മഖാമുകൾ ഇസ്ലാമിക സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്നു എന്നുമൊക്കെ പറഞ്ഞ് നമ്മളെ മമ്പുറം ജാറത്തിനെ കടത്തി വിട്ടിട കോലത്തിൽ നോക്കിയാൽ പച്ച പുതപ്പൊക്കെ ധരിച്ച് നല്ല മട്ടത്തിന്. ആരെ ഖബറാണെന്നറിയോ? മഖാമുൻ നബി യഹ്യാ അലൈഹിസ്സലാം മിനദ് ദാഖിൽ. യഹ്യാ നബിയുടെ ജാറ, യഹ്യാ നബിയുടെ ഖബറാണ്. അത് ഉള്ളിൽ നിന്നെടുത്ത ഫോട്ടോ. സഹോദരന്മാരെ, എന്റെ കയ്യിലുള്ളത് വായിച്ചാൽ തന്നെ നമുക്ക് ഇന്ന് 12 മണി വരെ പറയാനുള്ളത് എന്റെ കയ്യിൽ തന്നെയുണ്ട്. എത്രയെത്ര സ്വഹാബികൾ, എത്രയെത്ര മഹാത്മാക്കൾ, സ്വഹാബികളുടെ മക്ബറകളുടെ ഫോട്ടോ തന്നെ അറേബ്യൻ പത്രങ്ങളിൽ വന്ന കട്ടിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. സമയമില്ലല്ലോ, എന്തിനധികം ഇത് മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്, മാധ്യമം. ഖുർആനും സുന്നത്തും അനുസരിച്ച് നടത്തുന്ന പത്രമായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഉദ്ധരിക്കുന്നത്. ഇതിലൊരു ലേഖനം കാണാം, മണൽക്കാട്ടിലൊരു മരതകപ്പച്ച. എന്താണ് ഇതിൽ വിഷയമെന്നറിയാമോ? നമ്മുടെ ഒമാൻ എന്ന് പറയുന്ന രാഷ്ട്രം നമ്മൾക്ക് അറിയാമല്ലോ. അവിടെയുള്ള സ്വലാല, ആ സ്വലാലയെ കുറിച്ച് വിശദീകരിക്കുകയാണ്. സ്വലാലയിൽ നോക്കൂ നിങ്ങൾ, ഒരു വലിയ ജാറം, അയ്യൂബ് നബിയുടെ ഖബർസ്ഥാൻ. എന്താ, മമ്പുറം ജാറത്തിനേക്കാളൊക്കെ വലിയ പുത്തമ്പള്ളി ജാറൊക്കെ പിന്നിക്ക് നിൽക്കേണ്ടി കഴിഞ്ഞില്ല. നോക്ക് നിങ്ങൾ, താഴത്ത് ചേരമാൻ പെരുമാളുടെ ഖബറും അത് ഉൾക്കൊള്ളുന്ന കെട്ടിടവും. ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞാല് നമ്മുടെ മലബാർ ഭരിച്ചിരുന്ന, കേരളത്തിൽ രാജ്യം ഭരിച്ചിരുന്ന ആ രാജാവ് ചന്ദ്രൻ 2 പിളർപ്പായി പിളരുന്നത് കണ്ട് ഇസ്ലാം വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കാണുകയും കണ്ട് താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും അങ്ങനെ തിരിച്ചു വരുമ്പോ ഷഹറുമുല്ലഖ എന്ന് പറയുന്ന ഒമാനിലെ സ്വലാലക്കടുത്ത പ്രദേശത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്, സ്വഹാബിയാണ്. അവരുടെ ജാറത്തിന്റെ വലിപ്പം നോക്കുങ്ങൾ. എന്താ ഇതിന്റെയൊക്കെ വലിപ്പം? ഒരു 2 മമ്പുറം ജാറം കൂടിയെങ്കിൽ എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ? അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ പഴയ കാലത്തെ നിലവിലുള്ളതാണ്. ഇല്ല എന്ന് പറയുന്നവർക്ക് നമുക്കറിയാലോ, ഒരു കഥയില്ല. നമ്മുടെ നാട്ടിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച മുജാഹിദ് മൗലവി തന്നെ പറയുന്നത് എന്താ, സക്കരിയ സലാഹി തന്നെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജാറം അത് മുസ്ലിം സമൂഹത്തിന് ആപത്താണെന്ന് പഠിപ്പിച്ചത് ഞങ്ങളാണ്. ശരിയാണ്, മുജാഹിദുകളാണത് പഠിപ്പിച്ചത്, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. സക്കരിയ സലാഹി വളരെ സത്യമാണ് പറയുന്നത്. അത് മുസ്ലിം സമൂഹത്തിന് ആപത്താണെന്ന്, അപമാനമാണെന്ന് പഠിപ്പിച്ചത് ഞങ്ങളാണ്. ശരി, മുജാഹിദുകളെ അത് പഠിപ്പിച്ചിട്ടുള്ളൂ, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. വളരെ സത്യമാണ് പറഞ്ഞത്. സക്കരിയ സലാഹി ആയിപ്പോയി എന്ന ഒരു കുറവേ അതിലുള്ളൂ. പറഞ്ഞത് 100% സത്യമാണ്. നോക്കൂ നിങ്ങൾ, എന്തിനധികം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. അറേബ്യൻ പത്രമാണ് എന്റെ കയ്യിൽ. ഇതിന്റെ ഹെഡിങ് നോക്കൂ, അഷ്റഫു ബിഖാഇൽ അർളി. ഭൂമിയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശറഫുള്ള, മഹത്വമുള്ള സ്ഥലം, അതെ സയ്യിദുനാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ വിശ്രമിക്കുന്ന ആ സ്ഥലം, ആ ഖബർ, അതാണ് ഏറ്റവും ശറഫുള്ള സ്ഥലം. അതൊക്കെ ഇങ്ങനെ തന്നെ ജാറവും കുമ്പയും മഹാത്മാക്കളോട് ചെയ്യുന്ന ആ ബഹുമാന ആദരവൊക്കെ ഇതിലെല്ലാം ഉണ്ട്. ഇല്ല എന്ന് പറയുന്നത് വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിക്കലാണ്. അറബി കിതാബുകളിലുള്ള ആ ഉദ്ധരണികൾ, ഇബാറത്തുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിക്കുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. അത് വസ്തുത മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ടല്ലോ, ഉയർന്നു നിൽക്കുന്ന ഖബറുകളൊക്കെ നിരപ്പാക്കണമെന്ന്. അത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഉയർന്നു നിൽക്കുന്ന ഖബറുകളൊക്കെ നിരപ്പാക്കണമെന്ന് റസൂല് പറഞ്ഞു എന്നാ. പിന്നെ എങ്ങനെ ഈ ഖബർ റസൂൽ അറിയാതെ എങ്ങനെ ഉയർന്നത്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നിരപ്പാക്കല് പിന്നില്ലേ? റസൂല് പറയാ ഈ ഉയർന്നു കിട ഖബറൊക്കെ നിരപ്പാക്കണം. ഈ ഖബർ എങ്ങനെ ഉയർന്നത്? നമുക്ക് ആദ്യം അത് തീരുമാനിക്കണം. ഈ ഉയർന്ന ഖബർ എങ്ങനെ ഉയർന്നത്? റസൂല് വരുന്നതിന്റെ മുമ്പ് തന്നെ ഉയർന്ന ഖബറാണോ? പിന്നെ അതിനെപ്പറ്റി പറയേണ്ടതില്ല, അത് പിന്നെ നിരപ്പാക്കേണ്ടത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങൾ വരുന്നതിന് മുമ്പ് മറ്റ് ഇതര മതസ്ഥരായ ആളുകൾ, സഹോദരന്മാരെ,
അവരുടെ ദൈവങ്ങളായി കരുതുന്ന അവരുടെ നേതാക്കളെയും ആളുകളുടെയും ഖബർ ഉയർന്നു നിന്നിരുന്നിട്ടുണ്ടാവാം, ശിർക്കിന്റെ കേന്ദ്രമായിട്ടുണ്ടാവാം. അത് ഇവിടെ വേണ്ടാന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടാകും. അത് നമുക്കാർക്ക് എതിർപ്പില്ല. അല്ലെങ്കിൽ പിന്നെ റസൂൽ ആദ്യം പറയണം, നിങ്ങളെല്ലാവരും സഹാബികളെ ഖബറൊക്കെ പൊന്തിച്ചോളി, ഉയർത്തിക്കോളിയും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് റസൂലിന് തോന്നുകയാണ് ഇനി എല്ലാ ഖബറും തട്ടിക്കോളിയും. ഇങ്ങനെ റസൂലുള്ള ആദ്യം ഉയർത്താൻ പറഞ്ഞ പോലെ കൽപ്പനയുണ്ടോ? എന്നിട്ടല്ലേ രണ്ടാമതെയും ദുർബലപ്പെടുത്താൻ പറഞ്ഞ കൽപ്പനയ്ക്ക് പ്രസക്തിയുള്ളൂ? അപ്പൊ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കറിയാം ആ പറഞ്ഞതിന്റെ അർത്ഥം സ്വഹാബികളുടെ ഖബറോ മഹാത്മാക്കളുടെ ഖബറോ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല ആ പറഞ്ഞത്. അത് ഏത് സാഹചര്യത്തിൽ, അത് എപ്പോൾ, ആരോട്, എങ്ങനെ പറഞ്ഞു, ഇതാ വിശദീകരിക്കേണ്ടത്. അതൊന്നുമില്ല. ഹദീസുകൾ വായിക്കും, വായിച്ചിട്ട് പറയും ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറയും ഇല്ലാ തമസ്തഹു, അതിനടിച്ച് നിരപ്പാക്കണം. ഏത് ഖബർ, ആരുടെ ഖബർ? എന്നാ അങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറല്ലേ? റസൂലുള്ള അത് പ്രസ്താവിച്ച നാട്ടിൽ ഇന്നും ഉയർന്നു നിൽക്കണം. എന്തേ അത് തകർത്താക്കാൻ? എവർക്ക് ആരും ഹദീസ് കണ്ടില്ലേ? എത്ര റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബറല്ലേ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ബനൂ ഉമയ്യത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു നിന്ന് വലിയ ഖുബ്ബ ഉണ്ടായി എന്നല്ലേ പറഞ്ഞത്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ സുഫിയാന്റെയും ഖബർ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ വലിയ ഖുബ്ബയും ജാറയും ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്തേ അന്നൊന്നും അത് അടിച്ചു പൊളിച്ച് നിരപ്പാക്കാഞ്ഞത്? അന്നൊന്നും ഈ ഹദീസ് ഉണ്ടായിരുന്നില്ലേ? മുജാഹിദ് കേരളത്തിൽ വന്നിട്ട് ഭൂമി ഇങ്ങനെ കുഴിച്ചപ്പോ കിട്ടിയ ഹദീസായത്. അപ്പൊ ആ പറഞ്ഞ ഹദീസും നമ്മുടെ ചർച്ചയും തമ്മിൽ വൈരുദ്ധ്യമില്ല. അത് മറ്റൊരു ചർച്ചയാണ്. അത് മുസ്ലിമീങ്ങൾ മഹാത്മാക്കളുടെ ഖബർ അടിച്ചു പൊളിച്ച് നിരപ്പാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ആ പറഞ്ഞിട്ടുള്ളത്. മുസന്നഫ് അബ്ദുർ റസാഖിൽ മുസ്ലിങ്ങളുടെ ഖബർ എന്നാണ് ഉള്ളതെന്നാണല്ലോ മുജാഹിദുകളൊക്കെ പ്രസംഗിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഖബർ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല, യഅനി ഖുബൂറൽ മുസ്ലിമീന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മുസ്ലിമീങ്ങളുടെ ഖബറിനെയാണ് പൊളിച്ച് നിരപ്പാക്കുന്നതെന്ന് മാറ്റി നിർത്തേണ്ടത്. അല്ലാത്ത ഖബറിനൊക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം. ഒന്ന്. രണ്ടാമത്തേത് യഅനി ഖുബൂറൽ മുസ്ലിമീന എന്ന് പറഞ്ഞത് ഹദീസിന്റെ വചനമല്ല, അത് റസൂല് പഠിപ്പിച്ച വചനമല്ല. അത് പിന്നെയോ അത് റാവികളിൽപ്പെട്ട ഹദീസിന്റെ റാവികളിൽപ്പെട്ട ചിലരുടെ വിശദീകരണമാണ്. അവർ അതിൽ കടത്തിക്കൂട്ടിയതാ. അവർ ഏത് വിശദീകരണം വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. പൊളിക്കേണ്ട ഖബർ മുസ്ലിങ്ങളെ ഖബറാണ് എന്ന് പറയുകയാണെങ്കിൽ എത്ര ഖബർ ഇവിടെ ഉണ്ടായിരുന്നു? ഈ മുസന്നഫ് അബ്ദുർ റസാഖ് രചിക്കുന്ന കാലത്തും എത്രയോ ഉയർന്ന ഖബറുകൾ ഉണ്ടായിരുന്നല്ലോ. എന്തേ അത് പൊളിക്കാഞ്ഞത്? അവർക്കാർക്കും ഇത് മസല തിരിഞ്ഞില്ലേ? അപ്പൊ വിഷയം അതല്ല, അത് സാഹചര്യത്തിൽ നിന്ന് എടുത്ത് മുജാഹിദുകൾ മൗലവിമാർ ദുർവ്യാഖ്യാനിക്കുകയും ജനങ്ങളെ ഈമാൻ വട്ടം കറക്കുകയും ചെയ്യുന്ന ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥയാണ്. പ്രമാണങ്ങളുടെ പിൻബലം അതിനില്ല. അതുപോലെ SYS പ്രസിദ്ധീകരിച്ച CM സ്മരണികയിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്നുണ്ടല്ലോ. ഇത് ശിർക്കല്ലേ? ആ ചോദ്യത്തിന്റെ മറുപടി തന്നെ ചോദ്യകർത്താവ് പറഞ്ഞു. കാരണം ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ CM സ്മരണികയിലുണ്ടല്ലോ എന്നാ. അപ്പൊ തന്നെ മനസ്സിലായി ഹദീസിലുള്ളതാണത്. ഹദീസിലുള്ളത് CM സ്മരണികയിൽ പറഞ്ഞതാണ്, പുതിയതല്ല. എന്താണ് ആ ഹദീസ്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദം നൽകുന്നു. എന്താണ്? മാ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ഹത്താ ഉഹിബ്ബഹു. ഒരു മനുഷ്യൻ ഞാനുമായി ഇബാദത്ത് ചെയ്തുകൊണ്ട് ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, സുന്നത്തായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഞാനുമായി അടുക്കും എന്ന് അടുത്തുകൊണ്ട് ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി അല്ലാഹു പറയുകയാണ്, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാലോ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. ഇങ്ങനെ ദീർഘമായ ഹദീസ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ള അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ അവന്റെ കയ്യും കണ്ണും കാലും കാതും ഒക്കെ അള്ളാഹു ആകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചത് കാണാം. ആ അല്ലാഹുവിന്റെ നൂർ സഹോദരന്മാരെ ഈ വലിയിൽ, ഈ മഹാത്മാവിൽ ആയിക്കഴിഞ്ഞാൽ അവന്റെ കാത് അല്ലാഹു ആവുക എന്ന് പറഞ്ഞാൽ അവൻ വളരെ വിദൂരത്തുള്ളതും അടുത്തുള്ളതും കാണും, കേൾക്കും. ഇതാ അതിന്റെ അർത്ഥം. ദൂരെയുള്ളത് കേൾക്കാൻ ഈ വലിയന് കഴിയും, അല്ലാഹുമായി സാമീപ്യം നേടിയ വ്യക്തിക്ക് കഴിയും. അതുപോലെ തന്നെ അവന് കാണാൻ കഴിയും. അൽ ബഈദ വൽ ഖരീബ, അടുത്തുള്ളതും വിദൂരത്തുള്ളതും കാണാൻ കഴിയും. അതുപോലെ തന്നെ അടുത്തുള്ളതിലും വിദൂരത്തുള്ള വിഷയങ്ങളിലും അവർക്ക് ഇടപെടാൻ കഴിയും. ഇതൊക്കെയാണ് ഹദീസിന്റെ അർത്ഥം. പണ്ഡിതന്മാർ മുഴുവനും വിശദീകരിച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ബത്താൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പലരും ഈ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണം സി.എം. സ്മരണികയിലും വലിയുല്ലാഹി സി.എം. സ്മരണിക എന്ന ഈ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുജാഹിദുകൾ ഈ ഭാഗം വായിച്ചിട്ട് സഹോദരന്മാരെ സാധാരണ പറയാറുള്ളത് എന്താണെന്നറിയോ? കണ്ടോ, സുന്നികളുടെ പ്രസിദ്ധീകരണത്തിൽ പറയുന്ന അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. ഇവിടെ പ്രസംഗിച്ച സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മുജാഹിദുകളുടെ വിവരമില്ലാത്ത മുഴുവൻ മൗലവിമാരും പറയുന്ന കാര്യമാണിത്. സഹോദരന്മാരെ, അള്ളാഹുവിനെ പോലെ കാണുക, കേൾക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്ന വിശേഷണം ഏതോ ആ രൂപത്തിൽ കാണും, കേൾക്കും എന്നല്ല. പിന്നെയോ അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്വതന്ത്രമായ കഴിവുകൊണ്ടാണ്, മറ്റൊരാളുടെ ഒത്താശ ആവശ്യമില്ല. മഹാത്മാക്കൾ കാണും കേൾക്കുമെന്ന് പറയുന്നതോ അള്ളാഹു നൽകിയ കഴിവുകൊണ്ടാണ്. അതും സി.എം. സ്മരണികയിൽ പറയുന്നുണ്ട്. പക്ഷേ മൂടിവെക്കൽ പതിവാക്കിയ, അപ്പുറവും ഇപ്പുറവും കട്ടുവായിക്കൽ പതിവാക്കിയ മുജാഹിദ് മൗലവിമാർ മുഴുവനും ഈ ഭാഗം മൂടിവെച്ചുകൊണ്ടാണ് തങ്ങളുടെ കുഞ്ഞാടുകളെ, അനുയായികളെ പിടിച്ചു വെക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെ പ്രസംഗിച്ച മൗലവി ഉൾപ്പെടെയുള്ളവർ മുഴുവനും പറയുന്ന ഒരു പച്ചക്കള്ളം ഞാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. സി.എം. സ്മരണികയിൽ ആണത്തമുള്ള മുജാഹിദുകൾ, മലയാളം തിരിയുന്ന മുജാഹിദുകൾ തങ്ങൾ പറയുന്നത് സത്യമാണെന്നും അത് നേരാണെന്നും തങ്ങളുടെ ആദർശത്തിൽ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇതൊന്ന് നിങ്ങൾക്ക് വായിക്കാൻ ധൈര്യമുണ്ടോ? സി.എം. സ്മരണികയിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. പക്ഷേ അതത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. നോക്കൂ നിങ്ങൾ, സി.എസ്. സ്മരണികയിൽ പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കഴിവും വലിയന്റെ കഴിവും ഒരുപോലെയാണ് എന്നല്ല പറയുന്നത്. വലിയന്റെ കഴിവ് അള്ളാഹു നൽകിയതാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവും ഇതും ഒരുപോലെയാണെന്ന് പറയരുത്. അത് രണ്ടും രണ്ടാണ്. അള്ളാഹു നൽകിയതായതുകൊണ്ട്, അതത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ഇതും ഇതേ ലേഖനത്തിൽ സി.എം. സ്മരണികയിലുണ്ട്. ഏതെങ്കിലും ഒരു മുജാഹിദ് മൗലവി ഇത് വായിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വായിക്കാൻ അവർക്ക് കഴിയില്ല, വായിക്കാറില്ല. അത് വായിച്ചാൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആപ്പീസ് കൂട്ടുമെന്ന കാര്യം പറയേണ്ടതുണ്ടോ? ശുദ്ധ അസംബന്ധവും ശുദ്ധ വെട്ടിപ്പുമാണ് നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സി.എം. സ്മരണികയിൽ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി യാതൊന്നുമില്ല. മുഹ്യിദ്ദീൻ മാലയില് ഈ വല്ലാ നീലത്തിലും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം നൽകും ഞാൻ എന്നവർന്നുണ്ടല്ലോ. പക്ഷെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെതിരായിട്ടുള്ള ആശയങ്ങളാണ് കാണുന്നത്. സാധാരണ അവർ പ്രസംഗിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയാണോ? അതിന്റെ എതിരാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താ അതിൽ കാണുന്നത് എന്താന്നാവും? ഇതിലുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ പറയണ്ടേ, അതല്ലേ ഇതിലാണെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ കഴിവിനോട് സാമ്യമായിട്ടാണ് മൊയ്തീൻ ഷെയ്ഖ് അവകാശപ്പെടുന്നത്. പഴന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സംഗതി മൊയ്തീൻ ഷെയ്ഖിന്റെ ഏത് കിതാബിൽ ആര് എവിടെ എപ്പോൾ പറഞ്ഞു എന്ന് കിട്ടണം. നോണ പറയാൻ പറ്റൂല.
ഇത് നോണന്റെ മക്കാമല്ല, അത് ഒരു സ്ഥലം മാറിയതാ, അത് മറ്റേ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ നോണല്ല, ഉള്ളത് സത്യം മാത്രമേ പറയൂ. എന്താ ചോദ്യം? വല്ലേ നിലത്തുന്നു മെന്നെ വിളിപ്പോർക്ക് ബായികൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. മുഹ്യിദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ല നിലത്തുനിന്നും എന്നെ വിളിച്ചാല് ബായി കൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും എന്ന് മുഹ്യിദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് മുഹ്യിദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ. വിരുദ്ധാണ് എന്ന് പറയണമെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഇന്ന ഗ്രന്ഥത്തിലുണ്ട് ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, എതിരാന്ന് പറയാം. അതില്ലാത്തോടത്തോളം കാലം പച്ച കളവ് പറയുക എന്നല്ലാതെ സഹോദരന്മാരെ, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഔലിയാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ലെന്നോ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ തന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥം, അല്ല ഫതുഹുർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു മഹാനവറുകൾ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട്. മുജാഹിദുകൾ പലപ്പോഴും അത് ഉദ്ധരിക്കും. എന്താണ് സംഭവം എന്നറിയോ? ഔലിയാക്കളാകുന്ന തന്റെ മുരീദുമാർ, ആ മുരീദുമാരോട് തവക്കുലിന്റെ മർത്തബയെ കുറിച്ച് ഉപദേശിക്കുകയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്താ അതിൽ പറയുന്നത്? നിങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ വലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, പ്രതിസന്ധി ഘട്ടങ്ങൾ, വിഷമാവസ്ഥയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളിലേക്കും നിങ്ങൾ ആവലാതിപ്പെടരുത് എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, ഫദാലിക ഇശ്റാഖും മിൻക ലാ യംലികു മഅഹു ഫീ മുൽക്കിഹി അഹദുൻ ശൈഅൻ. അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോടും നിങ്ങൾ ചോദിക്കാനും നിങ്ങളെ പ്രതിസന്ധികൾ പറയാനും പറ്റൂല. ലാ ദാറ വലാ നാഫിയ വലാ റാഫിയ വലാ ദാഫിയ വലാ ജാലിബ വലാ മുൻകിബ വലാ മുബ്ലിയ വലാ മുആഫിയ വലാ മുബ്ലിയ ഗൈറുഹു. എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ, ഉപദ്രവം വരുത്താൻ, നമ്മുടെ വിഷമങ്ങൾ തടുക്കാൻ, ഗുണങ്ങൾ വരുത്താൻ, നമ്മളെ ശിക്ഷിക്കാൻ, നമ്മളെ പരീക്ഷിക്കാൻ, നമ്മളെ സുഖം നൽകാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. അതുകൊണ്ട് എല്ലാം നിങ്ങൾ അല്ലാഹുവിൽ സമർപ്പിക്കണം എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം മുഹ്യിദ്ദീൻ ശൈഖ് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാൻ പാടില്ലെന്നോ മഹാത്മാക്കളെ വിളിക്കാൻ പാടില്ലെന്നാണെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കണം, അള്ളാഹുവിൽ പറമേൽപ്പിക്കണം. അപ്പൊ ഒരു വിഷമം വരികയാണെങ്കിൽ, ഉദാഹരണം ഒരു പനി വരികയാണ്, രോഗം വരികയാണ്, ഈ സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് നിങ്ങൾ പരാതിപ്പെടാൻ പറ്റൂല, ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റൂല. കണ്ടോ, ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് വിഷമിക്കുകയാണ്, ബുദ്ധിമുട്ടാകുകയാണ്, മറ്റൊരാളോട് 1000 ഉറുപ്പിക ചോദിക്കാൻ പറ്റൂല. ഒരു പ്രാരാബ്ധമുണ്ട്, വേറെ ആളോട് അപേക്ഷിക്കാൻ പറ്റൂല. ഇതാ മുഹ്യിദ്ദീൻ ശൈഖ്. കാരണം എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ഒരു വിഭാഗം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗമുണ്ട്, അവർ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. ആരാണവർ? അവർ രോഗത്തിന് ചികിത്സിക്കൂല, രോഗം വന്നാൽ അവര് ചികിത്സ ഉപാധികളൊന്നും സ്വീകരിക്കില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണവർ എന്ന് റസൂല് പഠിപ്പിച്ച ആ വിഭാഗത്തെയാണ് മുഹ്യിദ്ദീൻ ശൈഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. മനുഷ്യരിൽ പല ജാതി രൂപത്തിലുള്ള ആളുകളാണ്. അല്ലാഹുവിൽ മുഴുവനായി തവക്കുൽ ചെയ്യുന്ന ആളുകൾ. ആ തവക്കുൽ ചെയ്യുന്ന ആളുകളോടാണ് മുഹ്യിദ്ദീൻ ശൈഖ് പറയുന്നത്, നിങ്ങൾ ഒരു സന്ദർഭത്തിൽ ഒന്നും ഒരാളോടും ചോദിക്കരുത്. ഇത് മുജാഹിദുകൾ എടുത്തുദ്ധരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്തിഹാസ മാത്രമല്ല പറ്റാതിരിക്കുക, മുജാഹിദുകൾക്ക് ഇളകാൻ പറ്റൂല, പിന്നല്ലേ മുണ്ടാൻ പറ്റൂല, മുജാഹിദുകൾക്ക് ഒന്നും ചോദിക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വരും. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖ് പറയുന്നത് ഏതോ അത് മുജാഹിദ് പറയുന്ന വിഷയമല്ല, മുജാഹിദ് പറയുന്ന വിഷയം ഏതോ അത് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, മഹാത്മാക്കളെ വിളിക്കാൻ പാടില്ല എന്ന വാദം മുഹ്യിദ്ദീൻ ശൈഖ് പഠിപ്പിച്ചിട്ടില്ല. തന്റെ വിശ്രുതമായ ഉഞ്ഞത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നത് എന്താണ്?
അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് റസൂലുള്ളാഹിനെ വഫാത്തായ നബി തങ്ങളെ വിളിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കണം, വഫാത്തായ നബിയെ വിളിക്കണമെന്നാണ് ശൈഖ് ജീലാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞതോ ഇവിടെ പറഞ്ഞതോ ഒരിക്കലും എതിരല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതേ മുഹയ്യദ്ദീൻ ശൈഖ് തന്നെ പറഞ്ഞ ഉദ്ധരണി, മഹാനവറുകൾ പ്രസ്താവിച്ച പ്രസ്താവന ബഹുജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മഹാൻ പറഞ്ഞു, നമ്മളെ മുഹയ്യദ്ദീൻ മാലയിൽ പറയല്ലോ, വയാദാലൊരിക്കലു അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുകിനെന്നോവർ എന്ന് മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞ ആ പ്രസ്താവനവും പ്രഖ്യാപനവും ശൈഖ് ജീലാനി തന്നെ പറഞ്ഞത് ബഹുജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ശൈഖ് ജീലാനി പറഞ്ഞു, മനിസ്തഗാസ ബി ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു വമൻ നാദാനി ബിസ്മി ഫീ ശിദ്ദത്തിൻ ഫറജ്തു അൻഹു വമൻ തവസ്സല ബി ഇലല്ലാഹി അസ്സ വജല്ല ഫീ ഹാജത്തിൻ ഖളൈതു ലഹു. ശൈഖ് ജീലാനി പറയാം, വിഷമസന്ധി ഉണ്ടാകുമ്പോ വിഷമാവസ്ഥയിൽ എന്നെ വിളിച്ച് സഹായം ചോദിച്ചാൽ എന്നെ കൊണ്ട് അള്ളാഹുവിനോട് ഇടതേടി ചോദിക്കുകയാണെങ്കിൽ യാദാലൊരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവിനെന്നോവർ, ഞാൻ അവന്റെ പ്രയാസം തീർത്തു കൊടുക്കും. അതും ശൈഖ് ജീലാനി പറഞ്ഞത് തന്നെയാണ്. ശൈഖ് ജീലാനിയിൽ നിന്ന് ഉദ്ധരിച്ച് ബഹുജത്തുൽ അസ്റാറിന്റെ 102ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. തമിഴ്നാട്ടിലെ കുപ്പുസ്വാമി എന്ന വ്യക്തിക്ക് ഓച്ചിറ ഉപ്പാപ്പ എന്ന ഓമനപ്പേര് നൽകി അദ്ദേഹത്തിന് ഔലിയാക്കളുടെ പോലെ കറാമത്തും മറ്റും ചെയ്യുവാൻ സാധിക്കുമെന്നും അവിടെ പോയി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് അവിടുത്തെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിട്ട് മുജാഹിദിലെ പ്രഭാഷകന്മാർ പ്രസംഗിക്കുന്നതും അവരുടെ കാസറ്റിലുമുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ജീവിച്ചിരിക്കുന്ന പണ്ഡിത വരേണ്യന്മാരെ തന്നെ കാഫിറും മുശ്രിക്കുമായി ചിത്രീകരിക്കുകയും മുദ്രയടിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി അത് പ്രസംഗിക്കാനായി നീണ്ട താടിയും വെച്ച് നടക്കുന്ന ഈ മൗലവിമാർക്ക്, ഉളുപ്പില്ലാത്ത ഈ മൗലവിമാർക്ക് പിന്നെ മരിച്ചുപോയവരെ കുറിച്ച് കാഫിറും മുശ്രിക്കുമാക്കാൻ എന്ത് പേടിയുണ്ടാകുക? ഒരു പേടിയില്ലല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, കുപ്പസ്വാമി എന്ന പേര് അവർ ഇടുന്നു എന്നല്ലാതെ അത് സ്വാമിയല്ല, സത്യമൂമിനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിന്റെ അപ്പുറത്ത് തമിഴ്നാട്ടിന്റെ ഒരു ഭാഗത്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അടിവേര് എന്ന് അവിടെയുള്ള കൊല്ലത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ പോയി പഠനം നടത്തി അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ ഗ്രന്ഥം തന്നെ ഇന്ന് വിപണിയിലുണ്ട്. മുസ്ലിമായ മനുഷ്യനെ കുപ്പസ്വാമിയാക്കി ചിത്രീകരിച്ച് കാഫിറാക്കി മുദ്ര കുത്തിയിട്ട് വേണോ കാന്തപുരത്തെ ചീത്ത പറയാൻ? വേറെ തന്നെ ഇല്ലേ? മുജാഹിദുകളുടെ അൽമനാൻ സൽസബീലിൽ എഴുതിയതല്ലേ, ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെടുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് KB മുഹമ്മദ് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. ഇന്നക്കും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് മുജാഹിദ് ആഫീസിലേക്ക് ഇബ്ലീസ് വഴി ഇറങ്ങിയ ആയത്തും കൊണ്ടുവന്ന് സഹോദരന്മാരെ കാന്തപുരത്തെ മുശ്രിക്കാക്കുന്ന ആളുകൾക്ക് പിന്നെ എന്തിനാണ് മരിച്ച ആളെ കാഫിറാക്കിയിട്ട് കാന്തപുരത്തെ തെറിവിളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ദുരുദ്ദേശപരമാണ്. അത് വിശ്വാസികളെ കാഫിറാക്കുന്ന പ്രക്രിയയുടെ അവസാനത്തെ ഉദാഹരണമാണ്. ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല മരിച്ചുപോയവരെയും ഞങ്ങൾ വിടില്ല, അവരെയും ഞങ്ങൾ സ്വാമിയാണെന്ന് പ്രഖ്യാപിക്കും, കാഫിറാണെന്ന് പ്രഖ്യാപിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ലോകത്ത് ആദ്യമായി പടച്ചതെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും തെളിവ് കൊടുക്കാൻ കഴിയും?
തെളിവില്ലാതെ ഞങ്ങൾ ഒന്നും പറയാറില്ല. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ലോകത്ത് അല്ലാഹു ആദ്യമായി പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാകുന്നു എന്ന് മങ്കൂസ് മൗലിദ് ഉൾപ്പെടെയുള്ള മൗലിദുകൾ പറഞ്ഞിട്ടുണ്ട്. അത് അസംബന്ധമാണെന്ന് പറയുന്ന മുജാഹിദുകൾക്ക് പ്രമാണത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മൗലിദ് ഓതുക, നമ്മളെ ഭാഷയിൽ പറഞ്ഞ അത് ചെയ്യാൻ. എന്താ മഹദി ചെല്ലുന്നത്? അർദ്ധരാത്രി സമയമാണ്, ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ സഹോദരി, ആ വയസ്സായ സ്ത്രീ ആ വീട്ടിൽ വെച്ച് ഏകയായി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കാണാം, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ ഖിയാർ ഖദ് കുൻത ഖവാമൻ ബുകിയൽ ആസ്ഹാർ യാ ലൈത شعري والمنايا طوار هل تجمعني وحبيبي الدار. ആ സഹോദരി ഇങ്ങനെ ചെല്ലുകയാണ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ. മുഹമ്മദ് നബിയെ, അങ്ങയുടെ പേരിൽ പുണ്യവാളന്മാരായ ആളുകളുടെ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ നബിയേ. പദ്യമായിട്ടാ ചെല്ലുന്നത്. സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ ഖിയാർ. ഉത്തമന്മാരായ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ. എന്നിട്ട് പറയുന്നത് എന്താ? റസൂലുള്ളാഹിന്റെ മഹത്വം പറയുകയാണ്. ഖദ് കുൻത ഖവാമൻ ബുകിയൽ ആസ്ഹാർ യാ ലൈത ശിരി വൽ മനായാ ആത്വാർ. നബിയേ, അങ്ങ് ഇവിടെ ജീവിച്ചപ്പോ രാത്രിയുടെ യാമങ്ങളിൽ തങ്ങൾ നിന്ന് നിസ്കരിച്ചുകൊണ്ട് കാലുകൾ നേരുകിട്ടുന്ന രൂപത്തിൽ, തങ്ങളുടെ ഇരുനയനങ്ങളും നിറഞ്ഞൊഴുകുന്ന രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്നില്ലേ നബിയേ? റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അവസാനം ആ സഹോദരി ഇങ്ങനെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, ഹൽ തജ്മഉനി വാ ഹബീബി അദ്ദാർ. പടച്ചോനെ, എന്നെയും എന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെയും കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമോ അല്ലാഹ്. ഈ മഹദി ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്തുണ്ട്, ഇതിങ്ങനെ കേൾക്കുക. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ആ പരിസരത്ത് നിന്നുകൊണ്ട് ഫജഅല ഉമറു യബ്കി. ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്റെ സമുദായം, എന്റെ ഉമ്മത്തിൽ പ്രജകളിൽപ്പെട്ട ഈ വയസ്സായ സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പദ്യമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത് കേട്ടപ്പോ, മാത്രമല്ല റസൂലുള്ളാഹിന്റെ മൗലിദ് പറയുന്നത് കേട്ടപ്പോ ഫജഅല ഉമറു യബ്കി. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സഹോദരന്മാരെ, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സഹോദരി ബൈത്ത് ഇങ്ങനെ ചൊല്ലുന്നു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ ഖിയാർ. അവർ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുകയാണ്. അവസാനം ഹത്താ ഖറാ ഉമറു അൽ ബാബാ. ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരിയുടെ വീട്ടിന്റെ വാതിലിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടിയ സമയത്ത് ഫഖാലത്ത്, ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചു, മൻ ഹാദാ, ആരാണ് നിങ്ങൾ, ആരാണ് ഈ വാതിൽ മുട്ടുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആകുന്നു. ആ സഹോദരി പേടിച്ചുപോയി. മാലി വലി ഉമറ ഫി ഹാദിഹി സാഅ. ഈ അസമയത്ത് ഉമറിന് എന്താണ് എന്റെ വീട്ടിന്റെ പരിസരത്ത്? പടച്ചവനെ, എന്ത് പറ്റി? ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് കേട്ടപ്പോൾ ഈ സഹോദരി ആകെ പേടിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഇത്തഹി റഹിമകില്ലാഹ്, നിങ്ങൾ വാതിൽ തുറക്കൂ, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ. വലാ ബഗ്സ അലൈകി,
നിങ്ങളെ കുറ്റപ്പെടുത്താനോ വിചാരണ ചെയ്യാനോ വന്നതല്ല ഞാൻ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സലാത്ത് പദ്യമാക്കി ചെല്ലിയത് കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നും അത് കുഫറാണെന്നും ശിർക്കാണെന്നും പറയാൻ വേണ്ടി വന്നതല്ല. വലാ ബഅസ അലൈക റഹിമകില്ലാ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹദിയായ ആ സഹോദരി ഫതഹത്ത് ലഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വാതിൽ തുറക്കുകയാണ്. ഫദഖല, ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയ സമയത്ത്, ആ വീട്ടിൽ പ്രവേശിച്ച സമയത്ത് പറഞ്ഞത് എന്താ? ഞാനും തന്നെ വീട്ടിലേക്ക് കയറട്ടെ എന്ന് എഴുതില്ല ഞാൻ മിണ്ടാതിരുന്നത്. മേലിലെങ്ങാൻ ഈ ജാതി സലാത്ത് ചെല്ലിയിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഞാൻ വെട്ടുന്നല്ല പറഞ്ഞു. ഞാനി അതിന് പേരടി ഞാൻ വെട്ടും. മര്യാദക്ക് സംസാരിച്ചു. ആഹാ, ഇന്ന കണ്ണീക്ക് മജീദ് അല്ലാത്ത സലാത്ത് ഇല്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ പദ്യമായിട്ട് സലാത്ത് ഇല്ലേ? അറഹു ഞാൻ എന്ന് പറയല്ല. ഉമർ റളിയല്ലാഹു അൻഹു തൗഹീദ് തിരിയാത്തവരല്ല, സഹോദരന്മാരെ ബിദ്അത്ത് തിരിയാത്തവരല്ല. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരിയോട് പറയുന്നത് എന്താണ്? റുദ്ദീ അലയ്യൽ കലിമാത്തില്ലത്തി ഖുൽതി ആലിഫാ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ വരികളുണ്ടല്ലോ, അതൊന്നുകൂടി എന്നെ കേൾപ്പിക്കൂ ഉമ്മ. ഉമർ റളിയല്ലാഹു അൻഹു ആ സലാത്ത് കേൾക്കാനുള്ള പൂതി, അവരുടെ ആ പ്രാർത്ഥന കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒന്നുകൂടി ആ സലാത്ത് കേൾപ്പിക്കൂ. മഹദി അവരുകൾ ഇത് പേടിച്ചുകൊണ്ടാണെങ്കിലും അവര് ഖലീഫയാണല്ലോ, അമീറുൽ മുഅ്മിനീനാണല്ലോ. ആ സന്ദർഭത്തിൽ മഹദി അവരുകൾ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് അവർ ചൊല്ലുന്നു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ആബ്റാർ സല്ലല്ലാ അലൈഹിൽ മുസ്തഫൗനൽ ആഖിയാർ ഖദ് കുൻത ഖവാമൻ ബുകിയൽ ആസ്ഹാർ യാ ലൈത ശഇരി വൽ മനായാ തുവാർ ഹൽ തജ്മഉനി വാ ഹബീബി യദ്ദാർ. റസൂലുള്ളാഹി തങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, പടച്ചോനെ എന്നെയും റസൂലിനെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടൂലേ എന്ന ഈ പ്രാർത്ഥനാ വചനം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവസാനത്തെ വരി ചൊല്ലിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരിയോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ്. എന്താണെന്നോ? അസ്അലുകി അൻ തുദ്ഖിലീനി മഅകുമാ, എന്റെ ഉമ്മ, നിങ്ങളും റസൂലുള്ളാഹി തങ്ങളും കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ആ പ്രാർത്ഥനയിൽ ഈ പാവപ്പെട്ട ഉമറിനെ കൂടി നിങ്ങളൊന്ന് ഉൾപ്പെടുത്തി തരുമോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക. അത് പറഞ്ഞപ്പോ സഹോദരി പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ കാര്യവും ദുആ ചെയ്യാം. അവർ പറയുന്നു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ആബ്റാർ സല്ലല്ലാ അലൈക്കൽ മുസ്തഫൗനൽ ആഖിയാർ ഖദ് കുൻത ഖവാമൻ ബുകിയൽ ആസ്ഹാർ യാ ലൈത ശഇരി വൽ മനായാ തുവാർ ഹൽ തജ്മഉനി വാ ഹബീബി യദ്ദാർ وعمرا فاغفر له يا غفار. പടച്ചോനെ, ഞങ്ങളെ എന്നെയും റസൂലിനെയും മാത്രല്ല ഈ ഉമറിനെ കൂടി നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. വഉമറാ ഫഗ്ഫിർ ലഹു യാ ഗഫാർ, ഈ ഉമറിനു കൂടി നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ സഹോദരി ദ്വാരക്കുകയാണ്. സമാധാനമായി, സന്തോഷമായി, സന്തോഷത്തോടെ തിരിച്ചു പോന്നു. നോക്കൂ നിങ്ങൾ, ഇത് ഇസ്ലാമിക ചരിത്രത്തിലുള്ള ഹിജ്റ 181 വഫാത്തായ ഈ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തന്റെ കിതാബുൽ സുഹുദിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ് സഹോദരന്മാരെ. ഇത് എത്ര ചരിത്രം! അപ്പൊ അവരൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് പദ്യത്തിലായിട്ടാ സലാത്തും സലാമും ഒക്കെ ചൊല്ലിയത്. അത് ശിർക്കും കുഫ്റും അല്ല, അത് മറുപടി പറഞ്ഞതാ ഞാൻ അവിടെ. അപ്പൊ അതൊക്കെ കെട്ടിയിട്ട് വെട്ടി മാറ്റിയിട്ട് മുജാഹിദ് മൗലവി പറഞ്ഞ വരി ഞാൻ ഉദ്ധരിച്ചത് മാത്രം എടുത്തിട്ട് കണ്ടോ. ഇപ്പൊ വെറും സലാത്തിന്, മലയാളത്തിൽ സലാത്ത് എല്ലാം തുടങ്ങി എന്ന് പറഞ്ഞാല്
മുജാഹിദിന് അതിലും നല്ലത് എന്താ നിങ്ങൾ ഞങ്ങളൊക്കെ കാഫിറാണ് മുശ്രിക്കാന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി നന്നാക്കി പറയാം. എങ്ങനെയെന്ന് അറിയാം, ലാ ഇലാഹ കണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് നമ്മൾ പറഞ്ഞിടത്ത് പറയാം. ഇവർ കണ്ടോ ലാ ഇലാഹാന്നേ പറഞ്ഞോ, ഒരു ആരാധനയില്ല, ഇവരൊക്കെ നിരീശ്വരവാദികളാകുന്നു എന്ന് പറയില്ല. അതിലേറെ കുറച്ചുകൂടി സുഖം. എന്നാ പിന്നെ അധികം അധ്വാനിക്കേണ്ടതില്ലല്ലോ. ഇല്ലല്ലാഹുവോട് വെട്ടിമുറിക്കുക, എന്നിട്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞു ഞങ്ങള് അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്നിടത്ത് ലാ ഇലാഹ ഒരു ഇലാഹുമില്ല എന്നാണ് ഇപ്പോൾ സഖാബിമാരും സുന്നികളും പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി മുതൽ അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഈ ജാതി വെട്ടിപ്പു തിരിമറിയൊന്നും ഞങ്ങളുടെ മുമ്പിൽ നടത്തേണ്ടതില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു സുന്നി ആദർശക്കാരനാണ്. എന്റെ ചോദ്യം, എന്റെ സഹപാഠികൾ കുറച്ച് പ്രത്യയശാസ്ത്രക്കാരുണ്ട്. അവര് പറയുന്നത് ഫത്വൽ ബാരിയിലുണ്ട് ഖുർആൻ ഒരു രാത്രി കൊണ്ട് അവതരിപ്പിച്ചതാണെന്നോ മറ്റോ ഉണ്ടെന്ന്. അത് എടവണ്ണ അബ്ദുസലാം സിലമിയുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്വയ്യായ ഹദീസ് വഴിപ്പാക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കൂടിയായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് വിശദീകരിച്ചു. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് പരിചയമില്ലാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടുമാണ് എന്ന കാര്യം കുട്ടിയെ ഞാൻ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടില്ല. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്കൊക്കെ ഒരു തവണയാണ് ഇറക്കിയത് എന്ന് ചില പണ്ഡിതർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പക്ഷെ നിങ്ങളെ ചോദ്യം അതല്ല, ഭൂമിയിലേക്ക് അവതരിപ്പിച്ചതാണ്. അത് 23 വർഷങ്ങളെ കൊണ്ടാണ് കുറേശ്ശെ മനുഷ്യരുടെ ആവശ്യത്തിനും ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രൂപത്തിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അല്ലെന്നുള്ള മറിച്ചുള്ള വാദം മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത് പോലെയുള്ള ഒരു വിദണ്ഡ വാദമാണ്. തെളിവുകളുടെ പിൻബലം ഇല്ല. അവർ പറയുന്നത് ഫത്വൽ ബാരിയിൽ ഉണ്ടെന്നാണ്, അത് സ്വഹിയാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ശരിയല്ല എന്നാണ് ഞാൻ അതിന്റെ മറുപടി പറയുന്നത്. ചരിത്രകാരന്മാരും ഹദീസ് പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിവരങ്ങൾ ഉദ്ധരിച്ചിട്ട് അതിനെ ഗണ്ണിക്കും, അത് ശരിയല്ല എന്ന് സ്ഥാപിക്കും. ഇപ്പൊ നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ ആ മൗലവി പ്രസംഗിച്ചത് ഉദ്ധരിക്കുകയാണ്, എന്നിട്ട് അതിനെ ഞാൻ ഗണ്ണിക്കുകയാണ്, അതിൽ എന്നിട്ട് തെളിവ് ഞാൻ തിരുത്തുകയാണ്. അപ്പൊ അതൊന്നുമില്ലാതെ ഈ ഉദ്ധരിച്ചത് മാത്രം എടുത്തിട്ട് പറയാ എന്ത് കണ്ടോ, ഇവരിപ്പോ സലാത്ത് ബെയ്ത്താക്കാണ് മലയാളത്തിലാക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇതിന് തെളിവൊന്നും പറയാൻ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല എന്നതുപോലെയാണ് ഫത്ഹുൽ ബാരി ഈ വാദത്തെ ശരിവെച്ചിട്ടില്ല, ഗണ്ണിക്കുകയും അത് പ്രബലമായ അഭിപ്രായമല്ല എന്ന് സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ഇസ്തിഗാസയെ സംബന്ധിച്ച് ഒരു പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്ക് വന്ന് സഹായം തേടി എന്ന് പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവര് പറയുന്നത് ഈ ഇതിന്റെ ശൃംഖലയിലെ ഒരാൾ അബൂ മുആവിയ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് മജ്ഹൂലാണെന്ന് വാദിക്കാനാണ് ഇവരുടെ ശ്രമങ്ങൾ ആ ഹദീസ് തള്ളാൻ വേണ്ടി. അപ്പോൾ ഇവർ പറയുന്നു, അബൂദാവൂദ് പറയുന്നു ഇയാൾ കൂഫയിൽ മുർജിസത്തിന്റെ നേതാവായിരുന്നു. ഇബ്നു ഹിബ്ബാൻ പറയുന്നു ഇയാൾ മോശമായ മുർജിയായിരുന്നു. ഇബ്നു സഅദ് പറയുന്നു ഇയാൾ ഹദീസ് ചോരണം ചെയ്യാറുണ്ട്. അബൂ സുറത്ത് പറയുന്നു ഇയാൾ മുർജിയായിരുന്നു, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറുണ്ട്. തഹ്ദീബ് 9-ാം വാളിലെ 139-ലാണ് ഇത്ര ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ആ കണ്ണിയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, ഇവരെ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞെങ്കിലും നമുക്കത് തള്ളണം എന്നാണ് അവർ പറയുന്നത്. അത് അങ്ങനെയാണല്ലോ, പണ്ഡിതന്മാർ മുഴുവനും ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞതിനെ തള്ളുമ്പോഴാണല്ലോ മുജാഹിദ് ആകുക. പിന്നെ മുജാഹിദും സുന്നിയും തമ്മിൽ എന്താ വ്യത്യാസം? പണ്ഡിതന്മാരൊക്കെ സ്വീകാര്യമാണെന്ന് പഠിപ്പിച്ച ഹദീസുകൾ തള്ളുക, അത് തള്ളിയിട്ട് ഞങ്ങൾ മേനിനടിച്ച് ഞങ്ങൾ വലിയ ഹദീസ് പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞ് മേനിനടിച്ച് നടക്കുമ്പോഴാണ് അത് മുജാഹിദ് ആവുള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽ ഒരാളെങ്കിലും ദുർബലമാണെന്ന് സ്ഥാപിക്കാൻ ആൺപിറന്ന ഹലാലായ നുതുഫത്തിൽ ജനിച്ച ഒരൊറ്റ മൗലവിക്കും കേരളത്തിൽ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഉറച്ചു പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഒരു ശക്തിക്കും കഴിയില്ല.
ഒറ്റ വ്യക്തിക്കും കഴിയില്ല. അതിൽ പറഞ്ഞ ഒരു റാവിയെങ്കിലും അയാൾ ദുർബലനാണെന്നോ സഹിയല്ലാത്തവനാണെന്നോ പറയാൻ സഹോദരന്മാരെ ലോകത്ത് ഒരു വ്യക്തിക്കും കഴിയില്ല. കാരണം ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ പലരും സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹുൽ ബുഖാരിയിലുള്ള റിപ്പോർട്ടർമാരാണ്. സഹീഹുൽ ബുഖാരിയിൽ ഈ അബൂ മുആവിയയും അടക്കമുള്ള പല റിപ്പോർട്ടർമാരും സഹീഹുൽ ബുഖാരിയിലുള്ള റിപ്പോർട്ടർമാരാണ്. സഹീഹുൽ ബുഖാരിയിൽ ഈ അബൂ മുആവിയയും അടക്കമുള്ള പല റിപ്പോർട്ടർമാരും സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാ. അപ്പൊ അവരൊന്നും കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞാൽ ഇത് അർത്ഥം എന്താ? സഹീഹ് ബുഖാരി സ്വീകരിക്കാൻ പറ്റൂല എന്ന് വരും. മുജാഹിദുകൾക്ക് കഥയില്ല, നമ്മളത് മനസ്സിലാക്കണം. സഹീഹ് ബുഖാരി മുസ്ലിം ലോകത്ത് തള്ളിയവരും മുജാഹിദിന്റെ ഇരു ഗ്രൂപ്പുമല്ലാതെ വേറെ ആരും തള്ളിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ആളുകളാണ്. പിന്നെ ആ റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരു വ്യക്തി മാലിക്കുദ്ദാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയല്ല. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായം എന്താ? ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അല്ലാമ ഇമാം അബൂ യഅല തന്റെ കിതാബുൽ ഇർഷാദിന്റെ 2-ാമത്തെ വാള്യം 313-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? വഹുവ താബിഈൻ, അദ്ദേഹം താബിഈയാണ്, ഖദീമാണ്, മുത്തഫഖുൻ അലാ തിഖതിഹി, അയാൾ സ്വീകാര്യനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഹദീസിന്റെ റിപ്പോർട്ടർമാരാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അത് തള്ളാൻ കഴിയില്ല. അത് ശരിയല്ലെന്നോ ഹദീസ് അസ്വീകാര്യമാണെന്നോ പറയുന്നവർ അവർക്ക് ഹദീസിനെ കുറിച്ചോ ഹദീസിന്റെ ബലാബലത്തെ കുറിച്ചോ ഒരു ചുക്കും തിരിയാത്തവരാണ് എന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനായ വ്യക്തിയാണ് ഹാഫിദ് ഇബ്നു കസീർ. ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ, ഇബ്നു ഹജർ മാത്രമല്ല, ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം പറഞ്ഞു വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഈ ഹദീസ് സഹീഹായ പരമ്പരയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാകുന്നു. ദുർബലമല്ല, തള്ളേണ്ടതല്ല, അത് വലിച്ചെറിയേണ്ടതല്ല, വാറോലയല്ല, കിതാബാണ്. ഏതെങ്കിലും ഒരു കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഹദീസ് ശരിയല്ല, ഇത് ദുർബലമാണ്, വാറോലയാണെന്ന് ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല. മുജാഹിദുകളുടെ സ്വന്തം സൃഷ്ടി എന്നല്ലാതെ ലോകത്ത് പണ്ഡിതന്മാരാരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പരയെ കുറ്റപ്പെടുത്തിയിട്ടേ ഇല്ല. ഉസ്താദെ, അപ്പോൾ ഇവിടെ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് എനിക്ക് വ്യക്തമായില്ല. അബൂദാവൂദ് പറയുന്നു എന്ന് പറയുന്നു. ഇതിലെ ഇപ്പൊ ഉസ്താദ് ഇസ്നാദുൻ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ മജ്മുഅൽ മാളിയക്കൽ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടത് ഇതിലെ ആദ്യത്തെ അബൂ മുആവിയ എന്ന് പറഞ്ഞത് ഏകദേശം മധ്യത്തിൽ വരുന്ന കണ്ണിയാണെന്ന് തോന്നുന്നു. അവരെ പറ്റിയിട്ടാണോ ഇത് എഴുതിയത് എന്നാണ് എനിക്ക് വ്യക്തമാവാത്തത്. ഇതിൽ പറഞ്ഞത് അബൂദാവൂദ് പറയുന്നു ഇയാൾ മൂർജിസത്തിന്റെ നേതാവായിരുന്നു. ഇബ്നു ഹിബ്ബാൻ പറയുന്നു ഇയാൾ മോശമായ മൂർജിയായിരുന്നു. അല്ലാഹ്, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ല. മൂർജിയത്ത് എന്ന ഇസ്ലാമിൽ വളരെ മോശമായ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരാണ്. അതിന്റെ ഏറ്റവും മോശമായ നേതാവിൽ നിന്ന് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തു, ഹദീസ് റിപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ പിന്നെ ബുഖാരിയുടെ മഹത്വം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് ഇമാം ബുഖാരി ഉദ്ധരിക്കും എങ്കിൽ ആ അബൂ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ സംഭവത്തിലെ റിപ്പോർട്ടറായ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കാമെങ്കിൽ ഇതും സ്വീകരിക്കാം. പിന്നെ ഈ മുർജിയത്തിന്റെ ആൾ ആരാണ്? അത് അബൂ മുആവിയ തന്നെ പലരുമുണ്ട്. പല അബൂ മുആവിയകളും ചരിത്രത്തിൽ കാണാം. ഒരാൾ മാത്രമൊന്നല്ല, അവരെ കുറിച്ചാണ് ഒന്ന്. അല്ലെങ്കിൽ ആരൊക്കെയോ ചില ആളുകളിൽ നിന്ന് കേട്ടുകേൾവിയുള്ള വാർത്തകൾ ഒരുപക്ഷെ റിപ്പോർട്ട് പറഞ്ഞതാവാം. എന്തുകൊണ്ട്? ഇമാം അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് വരെ, ഷാഫി ഇമാമിനെ കുറിച്ച് വരെ ആരൊക്കെയോ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ആ ഹദീസ് സ്വീകാര്യമല്ല, ഷാഫി ഇമാമ് യോഗ്യനല്ല എന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ല. അത് ഉമ്മയെ തച്ചാലുണ്ട് രണ്ടഭിപ്രായം എന്ന് പണ്ടൊരാൾ പറഞ്ഞു എന്നതുപോലെയാണ്. ഷാഫി ഇമാമൊക്കെ പോരാത്ത ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരാത് മുഖവിലക്ക് എടുക്കുക? ആരും എടുക്കൂല. അപ്പൊ അതാ ഞാൻ പറയുന്നത്, മനുഷ്യരെ കുറിച്ച് രണ്ടഭിപ്രായം പറയാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും പലപ്പോഴും.
തീരെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പൊ എന്നതുപോലെ ആരെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഹദീസ് ഈ സംഭവം സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ ഹദീസുകളിൽ ഒന്നും പിന്നെ കൊള്ളാൻ പറ്റൂല. കാരണം രണ്ടഭിപ്രായമില്ലാത്ത ആളുകൾ വളരെ വിരളമാണ്. എല്ലാരെ കുറിച്ചും രണ്ടും മൂന്നും അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ബലാബലം നോക്കി സ്വീകാര്യമായതേത്, തള്ളേണ്ടതേത്, കൊള്ളേണ്ടതേത് അത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയത് കൊണ്ടാണ് ഇമാം ബുഖാരിയെ പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ടിൽ അവരുടെ സഹീഹിൽ ചേർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിരാകരിക്കപ്പെടേണ്ടതല്ല. ഹദീസ് സ്വീകാര്യമാണ്, തള്ളാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് അവഗണിക്കാനും കഴിയുന്ന റിപ്പോർട്ടർ അല്ല. സമയം 11:30. പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും ഇല്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പോ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ല. സമയം 11:30. പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും ഇല്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പോ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം ചെല്ലുമ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുന്നത് നമ്മള് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മള്. അതെ, ആ പറഞ്ഞത് ഖുർആനിൽ സൂറത്തുൻ നജ്മിലും അതുപോലെ മറ്റു പല സൂക്തത്തിലും കാണും. അത് വിശ്വാസികളായ നമ്മെ കുറിച്ച് നമുക്ക് ഒരു ശഫാഅത്ത് ചെയ്യാൻ ഒരാളില്ല എന്നല്ല. അത് ഖുർആനിന്റെ ആ ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും നോക്കിയാൽ കാണാം. അവിശ്വാസികളായ ആളുകൾ, കാഫിറായ ആളുകൾ, അവർക്ക് ശഫാഅത്ത് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാനും സഹായിക്കാനും ഒന്നും ആഖിറത്തിൽ ഒരാളും ഉണ്ടാവൂല. പടച്ച തമ്പുരാനല്ലാത്ത ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിന്റെ ആളുകളായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരുണ്ടോ അവർക്ക് ആഖിറത്തിൽ ഒരു ശുപാർശയും ഉണ്ടാവുകയില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമനിർതദാ. അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾ, അതായത് വറദിയ ലഹു ഖൗലാൻ, അല്ലാഹു തന്നെ മറ്റൊരു ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന് തൃപ്തിപ്പെട്ട വചനം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തവർക്കേ ശഫാഅത്ത് ഉപകരിക്കുകയുള്ളൂ എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇമാം റാസി അത് വളരെ വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു. നമ്മുടെ വിഷയത്തിൽ നിന്നും മുജാഹിദ് ഈ സംവാദവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിന്റെ ഇസ്ലാമികതയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിജ്ഞന്മാരോട് മത്സരിക്കാൻ വേണ്ടിയോ വിഡ്ഢികളോട് തർക്കിക്കാനായോ ജനശ്രദ്ധ തന്റെ നേരെ തിരിക്കാൻ വേണ്ടിയോ ഒരാൾ അറിവ് തേടിയാൽ അള്ളാഹു അയാളെ നരകത്തിൽ കടത്തിവിടും. പിന്നെ മറ്റൊരുതിൽ അംറു ബിൻ ശുഐബ് തന്റെ പിതാവിൽ നിന്നും അദ്ദേഹം തന്റെ പിതാമഹനിൽ നിന്നും ഉദ്ധരിക്കുന്നു. അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ ഖുർആനിൽ നിന്ന് തർക്കിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇത് കാരണമായി തന്നെയാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ നശിച്ചത്. അള്ളാഹുവിന്റെ പുസ്തകത്തിലെ ചിലത് കൊണ്ട് നേരിടുകയായിരുന്നു അവരുടെ ബ്രാക്കറ്റിലാണ് അവരുടെ പതിവ്. അള്ളാഹുവിന്റെ പുസ്തകം അവതീർണമായത് ചിലതിനെ സത്യമാക്കിക്കൊണ്ടാണ്. അതിനാൽ അതിൽ ചിലതിനെ വേറെ ചിലത് കൊണ്ട് അവാസ്തവമാക്കാൻ നിങ്ങൾ തുനിയരുത്. നിങ്ങൾക്കറിയാവുന്നത് അതിൽ നിന്നും നിങ്ങൾ പറയുക, അറിയാത്തത് അറിയുന്നവർക്ക് വിട്ടുകൊടുക്കും. എന്താണ് നമുക്ക് പ്രശ്നം? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുജാഹിദുകളോട് തർക്കിക്കാണല്ലോ നമ്മൾ സംവാദത്തിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ഇസ്ലാമികമായിരിക്കുമോ, അത് നമ്മൾ നരകത്തിലേക്ക് കടത്തിവിടുമോ, നമ്മൾ നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നത്? നമ്മൾ നരകത്തിലേക്ക് ഒരിക്കലും പോല സ്വർഗത്തേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. ഖുർആൻ തന്നെ പറയുന്നത് ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, അതും ഖുർആനിലുള്ളതാണ്. തർക്കിക്കുമ്പോ നല്ല രൂപത്തിൽ അവരോട് തർക്കിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. നല്ല രൂപത്തിൽ നിന്നാ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ച് തർക്കിക്കണം. തെളിവുകൾ നിരത്തി അവരോട് വാദപ്രതിവാദം ചെയ്യേണ്ട സന്ദർഭത്തിൽ അത് ചെയ്യണം. അത് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. പിന്നെ അവിടെ പറഞ്ഞത് എന്താ? തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുക. അതാണ് പറഞ്ഞത്. വെറുതെ മുജാഹിദ് ഇങ്ങനെ പണിയെന്ന് വെറുതെ തർക്കിക്കന്നെ ഒരു കാര്യമില്ല. ഏതുപോലെ അവിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങളോട് തർക്കിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഖുർആൻ തന്നെ ആ സംഭവം പറയുന്നുണ്ട്. അങ്ങനെ ഒരു താർക്കികരാവണം എന്നുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പണി അത് പറ്റൂല. ജനങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ഖുർആൻ തന്നെ പറയുന്നു,
സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന ഖുർആൻ തന്നെ പറയുന്നതാണ്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ അല്ലാഹു തന്നെ ഖുർആനിൽ പലയിടത്തും പറഞ്ഞത് കാണാം. അപ്പോ ഇസ്ലാമിന്റെ പ്രബോധനം എന്ന രൂപത്തിൽ സത്യാസത്യ വിവേചനത്തിന് സംവാദമോ അല്ലെങ്കിൽ വാദപ്രതിവാദമോ ആവശ്യമായി വരികയാണെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നപ്പോൾ അവരോട് സംവാദം നടത്താൻ വേണ്ടി അന്നത്തെ ഖലീഫയായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടത് ആ ഖുർആൻ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം ഖവാരിജ് നേതാക്കളുമായി സംവാദം നടത്തുകയും സംവാദത്തിൽ വളരെ ഖവാരിജുകൾ അവരുടെ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടുകയും രാജിവെക്കുകയും അഹ്ലുസുന്നയിലേക്ക് കയറി വരികയും ചെയ്തു. 4000-ഓളം ആളുകൾ ആ വാദപ്രതിവാദത്തിൽ അഹ്ലുസുന്നയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ പൂർവീകരൊക്കെ കാണിച്ചു തന്ന സംഗതി തന്നെയാണിത്, ഒരു സംശയവുമില്ല. അത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ചിലപ്പോൾ നിർബന്ധമാകും, ചിലപ്പോൾ സുന്നത്താകും, ചിലപ്പോൾ അനിവാര്യമാകും. സൂറത്തുൽ ബഖറയിൽ വരാനുള്ള നബിയെ കൊണ്ട് ചെയ്ത് എന്ന് വരാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇടതേടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അത് എത്രാം സൂക്തത്തിലാണ്? അത് നോക്കണം. സൂക്തം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, വേണമെങ്കിൽ നോക്കിയാൽ പറഞ്ഞുതരാം. അതെല്ലാവരും കിട്ടുന്ന കാര്യം തന്നെയാണ്. എന്താണ് ആയത്ത്? എന്താണ് فكانوا من قبل يستفتحون على الذين كفروا അങ്ങനെ തന്നെ അവിശ്വാസികളുടെ മേലിൽ അവരായിരുന്നു യസ്തഫ്തിഹൂന, വിജയത്തെ തേടുന്നവരായിരുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും സഹാബത്തിൽ നിന്നും പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഫകാനു യഖൂലൂന, ആ ആളുകൾ, അന്നുള്ള ആളുകൾ പറഞ്ഞിരുന്നു, പടച്ചോനെ അവസാന നാളിൽ വരാൻ പോകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, ശത്രുക്കളുടെ മേൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നതായി എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും തഫ്സീറുൽ ദുർറുൽ മൻസൂർ, അതുപോലെ തന്നെ തഫ്സീറുൽ ഖുർത്തുബി, എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ആയത്തിന്റെ നമ്പർ എത്രയാണെന്ന് നോക്കിയാൽ കിട്ടും, വേണമെങ്കിൽ പറഞ്ഞുതരാം. ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും എന്ന് തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഹദീസ് മുഴുവനായിട്ടൊന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ പ്രവർത്തനങ്ങൾ ദർശിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജീവിതകാലത്തും ഹദീസിൽ പറയുന്നത് ഹയാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, മമാത്തി ഖൈറുല്ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. അപ്പൊ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, റസൂലുള്ളാഹിന്റെ മരണം എങ്ങനെയാണ് ഖൈറാവുക? അതിന് മറുപടി എന്നോണം റസൂൽ പറയുന്നു, തുഴറു അലയ്യ അഅ്മാലുക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എനിക്ക് കാണിക്കപ്പെടും. ഞാനതിങ്ങനെ കാണുമ്പോ ഫൈൻ വജത്തു ഖൈറൻ ഹമിദുല്ലാഹ്, ഞാൻ ഖൈർ നിങ്ങളിൽ നിന്ന് കാണുമ്പോൾ ഹമിദുല്ലാഹ, അല്ലാഹുവിനെ സ്തുതിക്കും. വൈൻ വജത്തു സൂഅൻ ഔ ശർറൻ, ഞാൻ ചീത്തയായ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നതായി ഞാൻ കാണുന്നതെങ്കിലോ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടും. റസൂല് പറയാ, ഈ കാണൽ എപ്പോഴാ? മമാത്തി ഖൈറുലക്കും, ഖബറിൽ കിടന്നുകൊണ്ടുള്ള കാണുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹയാത്തി ഖൈറുലക്കും എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിയുടെ ജീവിതം തന്നെ നമുക്ക് ഖൈറാന്ന് പറഞ്ഞ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ഇത് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും റസൂലുള്ളാഹി അവരുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ അതൊരു ഖൈറാണല്ലോ. നമ്മുടെ സാന്നിധ്യത്തിലാണെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടാകുക എന്നത് മഹത്തായ ഖൈർ തന്നെയാണ്, അതിൽ പിന്നെ സംശയമേ ഇല്ല. മമാത്തി ഖൈറുലക്കും എന്ന് പറഞ്ഞിടത്താണ് പൊതുവിൽ ഒരു സംശയം ഉയർന്നു വരിക, മരണം എങ്ങനെയാണ് ഖൈറാകുന്നത്? അതിന് മറുപടിയാണ് റസൂൽ പറയുന്നത്, മരണം ഖൈറാകുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നു, ഖൈർ കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, ഷർറ് കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, അത് നിങ്ങൾക്കൊരു ഖൈർ തന്നെയാണല്ലോ. ഇതുവരെ കാത്തിരുന്നത് മുജാഹിദുകളാണ്. ഇവിടെ നടത്തിയ പ്രസംഗത്തിന് മറുപടി എന്നോണം ഇവിടെ ഒരു പ്രസംഗം, ഒരു തെറിപ്പാട്ട് നടത്തിയാലോ?
ആ തെറിപ്പാട്ട് നടത്തിയ മൗലവി പലപ്പോഴും ചോദിച്ചിരുന്നു, സുലൈമാൻ സഖാഫിന്റെ മൂക്കിന്റെ ചോട്ടിലാണ് ഞാൻ വന്ന് പ്രസംഗിക്കുന്നത്, മറുപടി എവിടെ എന്ന് ചോദിച്ച് അയാൾ ഇങ്ങനെ അട്ടഹസിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികളായി അന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന കുറെ ആൾക്കാരുണ്ട്. രണ്ടത്താണിയിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് വണ്ടിയിൽ കയറ്റിക്കൊടുന്ന കുറെ ആൾക്കാർ. ഈ ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് സുന്നത്തി ജമാഅത്തിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള തുറന്ന അവസരമാണ് നമ്മൾ സൃഷ്ടിച്ചത്. ഈ 11:30 മണി വരെ നമ്മൾ കാത്തിരുന്നതും അങ്ങനെ ഏതെങ്കിലുമൊക്കെ മൗലവിമാർ വരുമോ നോക്കാനാണ്. ഇവിടെ ജിന്ന് പൂജകന്മാരുടെ പരിപാടി നടക്കുന്ന സമയത്ത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒരാൾ സ്റ്റേജിൽ ഇരുന്നിരുന്നു. ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടി തലയിലൊക്കെ മുണ്ടിട്ട് ഇവിടെ ഇരുന്നിരുന്ന കുഞ്ഞാലം മൊല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ കുഞ്ഞാലം മൊല്ലയെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇതിന് മുമ്പ് വെട്ടിച്ചിറയിൽ വെച്ച് നടന്ന മുഖാമുഖത്തിലും അദ്ദേഹത്തിന് കത്ത് കൊടുക്കുകയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വിവിധങ്ങളായ മൗലവിമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഞങ്ങള് സുന്നത്തി ജമാഅത്തിന്റെ തെറ്റും സുന്നത്തി ജമാഅത്ത് ചെയ്യുന്നത് മുഴുവനും ശിർക്കാണ്, കുഫറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുജാഹിദിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ സ്റ്റേജ് കെട്ട ആളുകൾ രണ്ടത്താണിയിൽ നിന്നും അതുപോലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും വണ്ടിയിൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ വണ്ടിയിലേക്ക് ആളടിച്ച് കയറ്റി ഇവിടെ പരിപാടി നടത്തിയ ആളുകളോട് ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്ന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ കുഞ്ഞാലം മൊല്ലക്കോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കോ ഞങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാനോ നേരിടാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മാന്യമായി ഞങ്ങൾ പറയുന്നു, ഇനി ഒരു പരിപാടി വെക്കുന്ന പക്ഷം, വെട്ടിച്ചിറയിലെ സുന്നത്തി ജമാഅത്തിനെ എതിർത്തുകൊണ്ട് ഒരു പരിപാടി ഇനി വെക്കുന്ന പക്ഷം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതിന് സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ, അതിന് മാത്രം തന്റെ ഇടമുള്ള ധൈര്യമുള്ള മൗലവിമാരെ കൊണ്ട് മാത്രമേ ഇവിടെ പ്രസംഗിക്കാവൂ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളിവിടെ ഏകപക്ഷീയമായി പ്രസംഗിച്ച് ഞങ്ങൾ പ്രസംഗിച്ചത് നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് പറയല്ല ചെയ്തത്. പിന്നെയോ ഞങ്ങളിവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് തുറന്ന അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. അതുകൊണ്ട് ഇനി സുന്നത്തി ജമാഅത്തിനെതിരെ പ്രസംഗിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള തുറന്ന അവസരം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാവൂ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിഞ്ഞു പോകണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ